ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അരിഞ്ഞു ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കിട്ടി. ചക്ക എങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മീനാണെങ്കിൽ നമുക്ക് ചുമന്ന കോരയാണ് കിട്ടിയത്. അപ്പോൾ അത് മാങ്ങ ഇട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ അപ്പുറത്തേന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചക്ക നമ്മൾ കഴുകി വാരി അടുപ്പിൽ ആക്കാൻ പോകുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ചക്ക വളരെ ഇഷ്ടം. നല്ല മരുന്നാണ് ചക്ക. എല്ലാവരും ചക്കക്കുരു എല്ലാം കഴിക്കണം. പിന്നെ നമ്മളാണെങ്കിൽ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അംലയുടെ ജ്യൂസാണ്, നെല്ലിക്കയുടെ ജ്യൂസാണ്. നല്ലതാണ്, ക്ഷീണം മാറും. നമുക്കത് കുടിക്കുക, ക്ഷീണവും തളർച്ചയൊക്കെ മാറും. നല്ല ജ്യൂസാണ്. എല്ലാവരും ഓർഡർ കൊടുത്തു. ആമസോണിൽ കിട്ടും. അങ്ങനെ നമ്മൾ ചക്കയെല്ലാം വേവിച്ച് അടുപ്പിൽ വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ച്, എന്നിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി, കുരുമുളക്, കാന്താരി മുളക് എല്ലാം ചതച്ച് വാരി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചതച്ച് വാരി നമ്മളിട്ട് അങ്ങനെ ചക്ക വെന്ത് നമുക്ക് കുഴച്ചെടുക്കണം. ചക്ക കുറച്ച് സ്ലിമ്മായിട്ട് തീയിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഒന്ന് തേങ്ങ ഇട്ട അരപ്പിൻ്റെ ഒരു വെച്ച് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്തോ ടേസ്റ്റാണെന്നറിയോ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് കുഴച്ച് വെച്ചിട്ട് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും തിന്നാം. പിന്നെ മുളകിട്ട കറിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളിതേപോലെ ചക്ക കുഴച്ച് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണേ. വെറുതെ വേണമെങ്കിലും തിന്നാം. കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞിയുടെ കൂടെ ചക്ക കുഴച്ചത്. ചക്ക എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിന്നാം. നല്ലപോലെ വെളുത്തുള്ളിയും ചെറിയ ജീരകവും കുരുമുളകൊക്കെ ചേർത്ത് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുത്ത് നല്ല മീനൊക്കെ കറി വെച്ച് നല്ല അയില മുളകിട്ടത്, ചുമന്ന കോര മുളകിട്ടത്, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി തീരും കൂടെ വെച്ച് മോരും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് കഴിക്കാം നമുക്ക്. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊക്കെ ഇപ്പോൾ ഒരു വിഷമത്തിൻ്റെ വക്കിലല്ലേ നമ്മുടെ എല്ലാ സഹോദരങ്ങളും മക്കളും ബന്ധുക്കളും നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും ഇപ്പം ഗൾഫിലെ ജോലിക്ക് വേണ്ടി കഷ്ടപ്പാടിന് വേണ്ടി പോയി. അപ്പോൾ അവരെല്ലാം അവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. യുദ്ധം ഒരു വശത്ത്, മഴവെള്ളം ഒരു വശത്ത്, കാറ്റ്, അങ്ങനെയല്ല. പിന്നെ മത്തി വീര വെച്ചത് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിത്തീയിൽ വെക്കാൻ വേണ്ടി തേങ്ങ എല്ലാം അടുപ്പിലാണ്. ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ മുളകിട്ട് എന്തോ ടേസ്റ്റാണെന്നറിയാം. വടക്കം പുളിയൊക്കെ ഇട്ട്, തോട്ടുപുളിയെന്നാണ് നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ തോട്ടുപുളിയെന്ന് വടക്കം പുളി എന്നൊക്കെ പറയുന്നത്. കുരുമുളകൊക്കെ ചേർത്ത് അയില മുളകിട്ട് 2 ചെറിയ അയിലയുള്ളായിരുന്നു. അത് മുളകിട്ട് വറ്റിച്ചെടുത്ത് ഉള്ളി തീയൽ വെച്ച് കൊണ്ട് അടുപ്പിലിങ്ങനെ വെച്ച് പിന്നെ ഉള്ളി തീയൽ വെച്ച് എല്ലാം പിന്നെ ചെറിയ മുളക് കറി വെച്ച് പിന്നെ 2-3 ചെറിയ മത്തിയും എല്ലാം കൂടെ ഒന്ന് പൊരിച്ചും എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? എന്താണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. യുദ്ധസന്നാഹങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ എപ്പോഴും നമുക്കെല്ലാവർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യാം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫോട്ടോ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.